ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അനുമോളെ ആര്യൻ അടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ചവിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആര്യൻ ഇവിടുന്ന് എവിക്റ്റായി പോകണം. ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കണം. അനുമോൾ ഇത് ഇപ്പൊ തന്നെ ക്യാമറയിൽ പോയി പറയണം. എന്നിട്ട് ആര്യൻ ഇവിടുന്ന് പുറത്തേക്ക് പോണം. അനീഷ് ഈ ഒരു ഡയലോഗ് അടിച്ചതും മാലപ്പടക്കത്തിന് തീ കൊളുത്തുന്ന പോലെ ഒരു കൊളുത്തലാണ് അനീഷ് ആ കൊളുത്തി വിട്ടത്. അനീഷ് ഇത് പറഞ്ഞതും അനുമോള് ക്യാമറയിൽ പോയി ഇത് പരാതിപ്പെടുന്നുണ്ട്. സാധനങ്ങൾ വെക്കുന്ന ആ ഒരു ബോക്സ് വെച്ചിട്ട് ആര്യൻ എന്റെ തലക്കിട്ട് അടിച്ചു എന്നാണ് അനുമോള് പറഞ്ഞത് കേട്ടോ. ഈ വിഷ്വൽസ് ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. അനുമോൾ ഈ പരാതിപ്പെട്ടതും ലൈവില് മറ്റേ BB+ലെ ആ ഒരു അടി കാണിക്കുന്നുണ്ട്. അനുമോളാണോ ആര്യനാണോ ആരാണെന്ന് അറിയില്ല. അക്ബറിന്റെ മേത്തേക്ക് ആരോ ഒരാളെ ചെരുപ്പറിഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഷാനവാസും അക്ബറും ഭയങ്കരമായ രീതിയിൽ ഇഞ്ചോടിഞ്ച് നിന്നിട്ടാണ് വഴക്കിടുന്നത്. ഇപ്പൊ ആരുടെയും ഒരാളുടെ കയ്യിൽ നിന്ന് പോയി ആരെയും ഒരാൾ അടിക്കും എന്ന് ഉള്ളൊരു ലെവലിലേക്ക് വരെ ആ ഒരു വഴക്ക് നീങ്ങുന്നുണ്ട്. ഇതൊന്ന് അടങ്ങുന്നതും കൂട്ടത്തല്ല് ലെവലിലേക്കുള്ള മറ്റൊരു വഴക്ക് അപ്പുറത്തെ സൈഡിൽ നടപ്പുണ്ട്. യുദ്ധമായിരുന്നു, യുദ്ധം. എല്ലാവരും ശാന്തരായിട്ട് ലിവിംഗ് റൂമിൽ വന്നിരിക്കുക എന്ന് ബിഗ് ബോസ് പറയേണ്ടി വന്നു. 2-3 തവണ പറഞ്ഞു കേട്ടോ. ബിഗ് ബോസിന്റെ സൗണ്ട് മാറുന്നുണ്ട്. വന്നിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത്രയേറെ വലിയൊരു ബഹളമായിരുന്നു ഇത് പാതിരാത്രി. അപ്പാനി വേഴ്സസ് നൂറ, ആര്യൻ വേഴ്സസ് അനുമോള്, ഷാനവാസ് വേഴ്സസ് അക്ബർ, അനീഷ് വേഴ്സസ് ആര്യൻ, പിന്നെന്താണ് നൂറ വേഴ്സസ് റെന. അങ്ങനെ ഫുൾ കൂട്ടത്തല്ല് മയമാണ് കേട്ടോ രാത്രി ലൈവിനകത്ത്. ഷാനവാസിനെയും അക്ബറിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ വരെ എത്തി. അത്രയും അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു വഴക്ക്, അതും പാതിരാത്രി. അന്യായ ലെവലിലുള്ള ഒരു അടി. ഇതുപോലൊരു അടി ഒരു സീസണിലും ലൈവിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഫൈറ്റ്. എല്ലാവരും അല്പനേരം മിണ്ടാതിരിക്കുക എന്നൊക്കെ ബിഗ് ബോസ് 2-3 വട്ടം പറയുന്നുണ്ട്. അല്ലാതെ എങ്ങനെ കൺട്രോൾ ചെയ്യാനാണ്? എല്ലാം കൂടെ കിടന്ന് ജല്ലിക്കെട്ട് കാളകളെ പോലെയാണ് നിന്ന് കോർക്കുന്നത്. ആരെയും ഒക്കെ തലക്കിട്ട് അടിച്ചിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാല് സമാധാനം പറയേണ്ടത് ബിഗ് ബോസ് ആണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വയലൻസിലേക്ക് നീങ്ങാതിരിക്കാനായിട്ട് പരമാവധി ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട്. അതാണ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാനും ഒക്കെ ബിഗ് ബോസ് പറഞ്ഞത്. അങ്ങനെ ഒരു ഫുൾ കൂട്ടത്തല്ലും മയമായിരുന്നു രാത്രി ലൈവിനകത്ത്.